4 പാഠം ഹദീസ് നൽകുന്ന പാഠങ്ങളായി താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, മനുഷ്യൻ ആരാധനകൾക്ക് സമയം കണ്ടെത്തേണ്ടതാണ്. എല്ലാ സമയവും ദുനിയാവിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല. സമയം കുറച്ചൊക്കെ അള്ളാഹ്ക്ക് ഇബാദത്ത് നിൽക്കുന്ന വഴിക്ക് കൂടി സമയം കണ്ടെത്താൻ ശ്രമിക്കണം. 2, അള്ളാഹുവിലേക്ക് അടുക്കുന്നവന് അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണന ലഭിക്കുന്നതാണ്. ചില ഹദീസ് കാണാം, എൻ്റെ അടിമ ഇതിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും, ഇതിലേക്ക് മുഴമെടുത്താൽ ഒരു മാറ് ഞാൻ അവനിലേക്ക് അടുക്കും, ഇതിലേക്ക് അവൻ നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും എന്ന് അള്ളാഹ് പറഞ്ഞ ഹദീസ് കാണാൻ പറ്റും. 3, അള്ളാഹുവിൽ തവക്കുലാക്കുന്നവന് അള്ളാഹു ധന്യത നൽകുന്നതാണ്. ഒരു ഖിന, ധന്യത അവന് കിട്ടും. 4, ജോലിയും സമ്പന്നതയും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. കുറേ പൈസ ഉണ്ടായി അവരുടെ പ്രശ്നം തീരൂല. ജോലി കിട്ടി അതുകൊണ്ട് പ്രശ്നം തീരും. നമ്മൾ ചില വെക്കലോ എല്ലാ സർട്ടിഫിക്കറ്റും ഇനിയിപ്പോൾ എവിടെയെങ്കിലും കുറേ PSC ഒക്കെ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ ജോലി കൂടി കിട്ടിയാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീരും. ചിലപ്പോൾ അവിടെ മുതൽ പുതിയ പ്രശ്നം തുടങ്ങിയിട്ടുണ്ടാവുക. അത് എല്ലാത്തിലും അങ്ങനെ തന്നെ, ഏത് രംഗത്തും. അപ്പോൾ അതൊന്നല്ല പ്രധാനം. ജോലി, സമ്പത്ത്, സന്താനങ്ങൾ, വീട്, സൗകര്യങ്ങൾ, ഇതൊന്നും ധന്യതയുടെ മാനദണ്ഡമേ അല്ല. റബ്ബ് നൽകുന്ന ബറക്കത്ത്, അതാണ് ഇതിലൊക്കെയുള്ള അസുര്. അതുണ്ടെങ്കിൽ ബാക്കി എന്ത് കുറവുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകും. ആ ബറക്കത്ത് ഇല്ലെങ്കിൽ ബാക്കി എല്ലാം ഉണ്ടായിട്ടും പ്രത്യേകിച്ചൊരു പ്രയോജനമൊട്ട് ഉണ്ടാകുകയുമില്ല. റബ്ബ് നമുക്കെല്ലാം ജീവിതത്തിലെ എല്ലാ രംഗത്തും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.